ഹായ് ഓൾ, ബോർഡ് എക്സാമിലേക്ക് ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ നമ്മൾ അടിപൊളിയായി തന്നെ NKM ബാച്ചിലൂടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇനിയുള്ള ഓരോ ദിവസവും നമുക്ക് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല സൈലത്തിൻ്റെ അടിപൊളി ഫീച്ചർ ആയിട്ടുള്ള ഇൻസ്റ്റാ ലേണിനെ കുറിച്ച്. ഒരുപാട് പേർക്ക് അറിയുന്ന കാര്യമായിരിക്കും. മക്കളെ, എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുക എന്നുള്ളത് അല്ലേ? ഒരു ചാപ്റ്റർ വായിച്ചിട്ട് ആ ചാപ്റ്ററിൽ മുഴുവൻ കൺസെപ്റ്റും പഠിച്ചു നോക്കുന്നത് പോലെ തന്നെ നോട്ട്സ് ഉണ്ടാക്കി വെക്കുക എന്നുള്ളത് ഭയങ്കര വലിയ ടാസ്ക് തന്നെയാണ്. ഒരുപാട് ടൈം കൺസ്യൂമിങ് ആണ്. ഇപ്പം നമുക്കാണെങ്കിൽ കുറച്ച് സമയങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. അപ്പം ഇതിനായിട്ട് നമുക്ക് സമയം ഉണ്ടാവില്ല. സോ ഏറ്റവും അടിപൊളിയായിട്ട് ഉള്ള സമയം നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, യൂട്ടിലൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് ബോർഡ് എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങാൻ സാധിക്കുകയുള്ളൂ. സോ നിങ്ങൾക്കായിട്ട് സൈലം ഒരുക്കിയിരിക്കുന്ന കിടലൻ ഫീച്ചറാണ് മക്കളെ ഇൻസ്റ്റാ ലേൺ. ഇൻസ്റ്റാ ലേൺ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഷോർട്ട് നോട്ട്സ് തന്നെയാണ്. അതായത് ഒരു ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ ആ ചാപ്റ്ററിൻ്റെ മുഴുവൻ കോൺസെപ്റ്റും അതേപോലെ തന്നെ ആ കോൺസെപ്റ്റിൻ്റെ അണ്ടറിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, അതിൽ ഉൾപ്പെടുന്ന അടിപൊളിയായിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, അതേപോലെ MCQസും എല്ലാ മാർക്കിനും വരുന്ന എല്ലാ അടിപൊളി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇതൊന്നും കൂടാതെ മാത്തമാറ്റിക്സ് പോലുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ വരുന്ന ഫോർമുലാസ് ഉൾപ്പെടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഷോർട്ട് നോട്ട്സിൽ കാണാൻ വേണ്ടി പറ്റും. 3-4 പേജുകൾ ഒതുങ്ങുന്ന ഈ ഷോർട്ട് നോട്ട്സുകൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ഷോർട്ട് നോട്ട്സുകൾ തന്നെയായിരിക്കും. അതായത് മക്കളിപ്പോൾ പരിശോധിക്കുന്നത് നമ്മൾ മാത്തമാറ്റിക്സിൻ്റെ ഇൻസ്റ്റാ ലേൺ ആണെങ്കിൽ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ ഇൻസ്റ്റാ ലേൺ ആണ്. ഇപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ചാപ്റ്ററിന് മാത്രമല്ല, മാത്തമാറ്റിക്സിന് മാത്രമല്ല, നമ്മുടെ എല്ലാ സബ്ജക്റ്റിനും ഇൻസ്റ്റാ ലേൺ സൈലം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ മാത്തമാറ്റിക്സിലെ കാൽക്കുലസിലെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ ഇൻസ്റ്റാ ലേൺ നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ദ ഫസ്റ്റ് തിങ് എന്ന് പറയുന്ന ഡെഫിനിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു ഇൻസ്റ്റാ ലേൺ. അത് കഴിഞ്ഞ് എന്ത് ചെയ്യാണ്, ഓർഡറിനെ കുറിച്ച് പറയുന്നു, ഡിഗ്രീനെ കുറിച്ച് പറയുന്നു. അത് കഴിഞ്ഞ് അത് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് NCERT ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും എന്ത് ചെയ്തിട്ടുണ്ട്, ആ ടോപ്പിക്കിൽ നിന്ന് വരുന്ന എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് അടുത്ത ടോപ്പിക്കിലേക്ക് വരുന്ന സമയത്ത് സൊല്യൂഷൻസിലേക്കാണെങ്കിൽ നമുക്ക് നോക്കുമ്പോൾ സൊല്യൂഷൻസിലേക്ക് ഇന്ന് വരെ വന്നിട്ടുള്ള എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള NCERT ക്വസ്റ്റ്യൻസ് ഇവിടെ ഉണ്ടായിരിക്കും. ഓരോ ക്വസ്റ്റ്യൻസ് മാത്രമല്ല, ആ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് താഴെ ഒരു സ്പേസ് കാണാൻ പറ്റും. ക്വസ്റ്റ്യൻസിൻ്റെ താഴെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓരോ പ്രോബ്ലവും കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യാൻ സാധിക്കും. നിങ്ങളിപ്പോൾ NKM ബാച്ച് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ, നമ്മുടെ യൂട്യൂബ് ലൈവുകൾ കാണുന്നവരാണെങ്കിൽ, നമ്മുടെ ലൈവുകളൊക്കെ കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ ഈ ഒരു ഇൻസ്റ്റാ ലേൺ ആയിരിക്കും. ഇൻസ്റ്റാ ലേണിലുള്ള മുഴുവൻ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇത്തരം പബ്ലിക് ലൈവുകളിലൂടെ തന്നെയായിരിക്കും. സോ അതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വറി ചെയ്യേണ്ട ആവശ്യമില്ല. സോ എല്ലാത്തിനും കൃത്യമായിട്ടുള്ള ഉത്തരം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ ഇത്രയും അടിപൊളിയായിട്ട് മക്കളെ മുഴുവൻ കോൺസെപ്റ്റും അതേപോലെ ക്വസ്റ്റ്യൻസും MCQസും അതേപോലെ മാത്തമാറ്റിക്സ് ഒക്കെ ആണെങ്കിൽ ഒരുപാട് ഫോർമുലാസ് വരുന്നുണ്ട്. അതൊക്കെ ഇൻക്ലൂഡ് ആയിട്ടൊരു ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. ഒരുപാട് സമയം എടുക്കാറുണ്ട്. ഒരുപാട് ന്യൂസ് പ്രിൻറ്റുകൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, എഴുതി തീർക്കാറുണ്ട്. സോ ഇനി നിങ്ങൾ എന്ത് ചെയ്യേണ്ട, അതിനായിട്ട് സമയം മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. സോ എല്ലാവരും മക്കൾ എന്ത് ചെയ്യുക, ഈ ഒരു ഫീച്ചറിനായിട്ട് നമ്മുടെ അഗ്നി ബാച്ച് ഫോളോ ചെയ്താൽ മാത്രം മതി. അഗ്നി ബാച്ചിലെ കുട്ടികൾക്ക് ഇത് പറയേണ്ട ആവശ്യം പോലും ഉണ്ടാവില്ല എന്നറിയാം. NKM ഫോളോ ചെയ്യുന്ന നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്താണ് ഇൻസ്റ്റാ ലേൺ ഉൾപ്പെടെ, അതുമാത്രമല്ല മൈൻഡ് മാപ്പ് ഉൾപ്പെടെ ഒരുപാട് ഫീച്ചേഴ്സ് മക്കളെ അഗ്നി ബാച്ചിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ NKM ബാച്ചിൽ നിങ്ങൾ ഇനിയും ജോയിൻ ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അതിനുള്ള സമയമാണ്. ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് മക്കളെ നമുക്ക് മുന്നിലുള്ളത്. അത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. സോ ഇനി നമുക്ക് റിവിഷൻ്റെ ടൈമാണ്. ആ റിവിഷൻ എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് ചെയ്ത് മാത്രമേ നമുക്ക് ബോർഡ് എക്സാമിന് ഫുൾ മാർക്ക് നേടാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. സോ ഈ സമയം മക്കൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ NKM ബാച്ചിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ഫീച്ചറിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞു കാണും. ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും ഉൾപ്പെടെ നിങ്ങൾക്ക് CBSE മോഡൽ എക്സാംസുകളും അതോടൊപ്പം തന്നെ MCQ ഡിസ്കഷൻസും ഇതിനൊക്കെ പുറമെ പബ്ലിക് ലൈവുകൾക്കും എല്ലാത്തിനും പുറമെ ഇൻസ്റ്റാ ലേണിനും മൈൻഡ് മാപ്പിനും എല്ലാത്തിനും പുറമെ വർക്ക്ഷീറ്റ് ഡിസ്കഷൻസ് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ബാച്ചിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇൻസ്റ്റാ ലേണിനും അപ്പുറമായിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആപ്പിൽ തന്നെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ CBSE ബോർഡിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക എന്ന് പറയുന്നത് അത്രയേറെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് ബോർഡ് എക്സാം എളുപ്പമായിട്ട് മാറുകയുള്ളൂ. സോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും ഇവിടെ റെഡിയാണ്. ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് അഗ്നി ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുക. നമുക്ക് എന്ത് ചെയ്യാം, അഗ്നി ബാച്ചിൽ കാണാം.